സുദീപിനെ കണ്ട് സംസാരിക്കാനായി ശ്രുതിക്ക് അനുവാദം കൊടുക്കുന്ന അരുൺ തോമസ്. ശ്രുതിയോട് സംസാരിക്കാനായി വിജനമായൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന സുദീപ്. തൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ സുദീപാണെന്ന് സബിതയോടും രവിയോടും പറയണമെന്ന് ശ്രുതി ആവർത്തിക്കുന്നു. അത് കേട്ട് വിഷണ്ണനായി നിൽക്കുന്ന സുദീപ്. ഇക്കാര്യം അരുൺ തോമസിനോട് പറയുന്ന ശ്രുതി. അരുൺ തോമസ് ശ്രുതിയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു. ഇനി തുടർന്ന് കാണുക. എല്ലാ മാസം കൃത്യമായിട്ട് കാശ് എണ്ണി വാങ്ങിക്കണില്ല. ഇവിടെ ഓരോരുത്തരും മാട് പോലെ കിടന്ന് പണിയെടുക്കുക. നോക്കി പഠിപ്പിക്കണ്ട. ഗർഭം തെളിയിക്കാൻ നടക്കണു. എന്നാ പിന്നെ പോയി തെളിയിക്കടോ. കൊച്ചിന്റെ പിതൃത്വം പോയി തെളിയിക്കാൻ. തനിക്കൊരു വീടുണ്ടോ? ഒരു കുടുംബമുണ്ടോ? അവകാശം പറഞ്ഞു വരാൻ മാതാപിതാക്കളുണ്ടോ? തനിക്കൊരു മേൽവിലാസം ഉണ്ടോ? ഇതിന് തനിക്കൊരു പേരുണ്ടോ മര്യാദയ്ക്ക്? പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്താൽ അന്വേഷിക്കാൻ ഒരു പട്ടിയും വരില്ല. ഇതാരെ ഈ ശ്രുതി? ഇതാരാണ് ഈ അരവിന്ദ്? ഇതാരെ ഈ ഇഷ? പറയടോ. തനിക്കൊരു മേൽവിലാസം പോലുമില്ല. ഗർഭത്തിന്റെ ഉത്തരവാദി അവനാണെന്ന് പറഞ്ഞ് നടക്കണു. താൻ പോയി തെളിയിക്ക്. പോയി തെളിയിക്ക്. അമ്മച്ചി, ശ്രുതി ഇവിടെ ഇല്ലമ്മച്ചി. അവളുടെ ക്യാബിലാണ്. എന്തുട്ടെ? ഇല്ല, നമ്മള് ഫുഡ് കഴിച്ചിട്ട് വന്നോളാം. ശ്രുതിക്ക വേണ്ടമ്മച്ചി, ഞാൻ വിളിക്കാം അങ്ങട്. ഇവിടെ പടിഞ്ഞാറക്കരയിലെ മുഹമ്മദ് ഹാജിയുടെ സെറ്റിൽമെന്റ് ഇഷ്യൂ അല്ലേ? അതിന്റെ ഫയലിംഗ് എടുത്തേ. സാർ അത് നേരത്തെ കൊടുത്തല്ലോ സർ. ആരടുത്ത് കൊടുത്തു? ഓ, ശ്രുതി മേഡത്തിന്റെ അടുത്താവും. എടോ, ഇതൊക്കെ എന്റെ അടുത്ത് ആദ്യം കാണിക്കണമെന്ന് പറഞ്ഞല്ലേ? പിന്നെ ആരെ കാണിക്കണേ അങ്ങോട്ട് കൊടുത്തേ. സോറി സർ. ഇവിടെ തോന്നുന്ന പോലെ കാര്യങ്ങള് ഇപ്പൊ ഞാൻ പോയി വാങ്ങണമെന്നാവും. ഇതൊക്കെ ആരോടോ പോയി പറയാ? എടോ, ആ വാങ്ങിയ കമ്പ്യൂട്ടറിന്റെ AMC ഫയലൊക്കെ എനിക്കിപ്പോ കാണട്ടെ. ശരി സാർ. അതുപോലെ പുതിയ സിസ്റ്റം വാങ്ങുന്നതിന്റെ പ്രപ്പോസലും കാണണം. ഓക്കെ സാർ. അതും ഇപ്പോ ശ്രുതി മേഡത്തിന്റെ കൊടുത്തോ? ഇവിടെ ഉണ്ട് സാർ. കൊടുത്തിട്ടുണ്ടാവും. എന്റെ കൊരട്ടി മുത്തി, ഇതിനൊക്കെ മേക്കുന്നതിന്റെ പാട്. സർ, എന്താടോ? ആ മുഹമ്മദ് ഹാജിയുടെ ഫയൽ. ഓ, അതിന്റെ ക്യാബിനിൽ കൊണ്ട് വെക്കൂ. ഓക്കെ സർ. മനസ്സിന്റെ അടുപ്പം കൊണ്ടാ നമ്മള് ഇങ്ങനെയൊക്കെ സംസാരിച്ചു പോയേ. പറഞ്ഞു വന്നപ്പോ ഇത്തിരി കടുത്തുപോയി. താനത് കാര്യാക്കണ്ട.
ആരുമില്ലാത്തവർക്ക് ദൈവം തുണയെന്നല്ലേ പറയുന്നത്. ഞാനൊരു തനി മരമാ. ചില്ലകളൊക്കെ ഉണങ്ങിക്കരിഞ്ഞ കാറ്റിലാടുന്ന ഒരു മരം. വീഴുമ്പോ വീഴട്ടെ, അതുവരെ നേരെ നിൽക്കാലോ. സാറ് പറഞ്ഞതൊക്കെ ശരിയാ. എനിക്കൊരു മേൽവിലാസമില്ല, മാതാപിതാക്കളില്ല, സ്നേഹിച്ചു കൊണ്ടു നടക്കാൻ കൂട്ടുകാരോ കൂടപ്പറപ്പുകളോ ഇല്ല. സ്വന്തം ജന്മം നൽകിയ അമ്മയുടെ പേരോ മേൽവിലാസമോ ഇല്ലാത്ത ആൾമാറാട്ടക്കാരിയായി ജീവിക്കുന്നവൾ. പിഴച്ചുപോയ പെണ്ണിന് പിതൃത്വം തെളിയിക്കാൻ ഒരുപാട് വഴികളുണ്ട്. നാണം കെട്ടവൾക്ക് എന്തു ആവാലോ. സാറ് പറഞ്ഞതിനൊന്നും എനിക്ക് മറുപടിയില്ല. കാരണം എല്ലാ അർത്ഥത്തിലും ഞാൻ തെറ്റ. തെറ്റ് ശരിയാക്കാൻ ഞാൻ വാശി പിടിച്ചിറങ്ങി നടക്കുക. പക്ഷെ സാറ് മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. പെണ്ണിന്റെ മനസ്സ്, ചതിക്കപ്പെട്ട പെണ്ണിന്റെ മനസ്സ്. ആ മനസ്സിന്റെ വേദന സാറിന് മനസ്സിലാവില്ല. അതെന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോഴേ സാറിന് മനസ്സിലാവൂ. സാറത് മനസ്സിലാക്കണമെങ്കിൽ ഒരു പെണ്ണായിട്ട് ജന്മം എടുക്കേണ്ടി വരും. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ തൊട്ടടുത്ത് നിൽക്കുമ്പോ, ഓരോ നിമിഷവും അല്ല അല്ലെന്ന് അവനത് നിഷേധിക്കുമ്പോ, അതാണ് ആണെന്ന് തെളിയിച്ചെടുക്കാൻ ഏതൊരു പെണ്ണ് ശ്രമിക്കും. ഞാനും അത്രേ ചെയ്തുള്ളൂ. എന്റെ കുഞ്ഞിന്റെ ജീവൻ അവനെടുത്തോട്ടെ, എനിക്കൊരു പേടിയുമില്ല. നിന്ന് കൊടുക്കാൻ ഞാൻ. അവസാനിക്കട്ടെ. ഞാൻ ആർക്ക് വേണ്ടിയിട്ടാ ജീവിക്കണ്ടേ? കരയാതെടോ. വേദപുസ്തകത്തില് പറയുന്നുണ്ട്, അശക്തനായ ആട്ടിടേന്റെ മുന്നില് ആത്മാവിന്റെ പടവാള എന്തിയ യഹോവയുടെ പടയാളികൾ വരുന്ന അവരവനെ രക്ഷിക്കുന്നു. സർ, ആ ദൈവ എന്നെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത്. ആ ദൈവം എന്നെ രക്ഷിക്കോ ശിക്ഷിക്കോ ചെയ്യട്ടെ. സർ, പെൻഡിങ് ഫയലൊക്കെ വൈകിട്ട് തന്നെ മുന്നേ റെഡിയാക്കി തരാം. പിന്നെ 4 മണിക്ക് കോർപ്പറേഷൻ ഓഫീസിലൊരു മീറ്റിംഗ് ഉണ്ട്, അത് ഓർമ്മിപ്പിച്ചതാ. പിന്നെ AMC ഫയലിന്റെ കയ്യിലുണ്ട്, അതും വൈകുന്നേരത്തിന് മുമ്പ് ഞാൻ കാണിച്ചോളാം. നമ്മുടെ അമ്മച്ചി ഇപ്പം ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുക, അമ്മച്ചിക്ക് തന്നോട് സംസാരിക്കണമെന്ന്. നമ്മളെ രണ്ടും കൂടെ അമ്മച്ചിയോട് ഒരുപാട് കള്ളം പറഞ്ഞിട്ടില്ലേ? ഇപ്പം വരുന്ന ഓരോ കോളിലും കള്ളങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. അങ്ങനെ കള്ളങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നതിന് കാരണക്കാരൻ ഞാനല്ലല്ലോ. അന്നേ സത്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഈ കള്ളങ്ങൾ പെരുകില്ലായിരുന്നല്ലോ. എടോ, ചില കള്ളങ്ങളെ പറഞ്ഞു പറഞ്ഞ് സത്യമാക്കി മാറ്റാൻ പറ്റും. അങ്ങനെ പറഞ്ഞ ഒരു കള്ളം നമ്മളിപ്പോ സത്യമാക്കുക. ബാംഗ്ലൂർ ഡ്രീം ഹൗസിന്റെ നമുക്ക് ഒരു ജോയിന്റ് വെഞ്ചറുണ്ട്. മാസത്തിലൊരിക്കൽ ഞാനവിടെ വരുമായിരുന്നു. ഒരിക്കൽ അമ്മച്ചിയും എൻ്റെ കൂടെ
ബാംഗ്ലൂർ വന്നിട്ടുണ്ട്. ഈ ഇഷ അരവിന്ദ് നാളുകൾക്ക് മുമ്പേ നമ്മുടെ പരിചയക്കാരിയായിരുന്നു. ഇഷ അവിടെ പഠിക്കുന്ന കാലത്ത് തുടങ്ങിയ പരിചയം, ബന്ധം. ആദ്യം വെറും സൗഹൃദമായി തുടങ്ങിയ ബന്ധം ഹൃദയബന്ധമായി, ആത്മബന്ധമായിട്ട് വളർന്നു. അന്യജാതിക്കാരിയായതുകൊണ്ട് അമ്മച്ചിയോട് ആ ഇഷ്ടം തുറന്നു പറയാൻ കഴിയാതെ പോയി. പക്ഷേ ഇപ്പം അമ്മച്ചിക്ക് അവളെ ഇഷ്ടാട്ടാ. അവളുടെ ജാതിയോ മതമൊന്നും അമ്മച്ചിക്കൊരു പ്രശ്നമല്ല. മകൻ കണ്ടെത്തി കൂട്ടിക്കൊണ്ടുവരുന്ന പെണ്ണ്, അതിനിപ്പോൾ ആരാണെങ്കിലും ഊരും പേരും വിലാസമൊന്നും ഇല്ലെങ്കിലും അമ്മച്ചി നെഞ്ചോട് ചേർത്തോളും. ചേർത്തോളുന്നല്ല, ചേർത്ത് കഴിഞ്ഞു. അതാ ഞാൻ പറഞ്ഞേ, കുറെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കള്ളം സത്യമായിട്ട് അമ്മച്ചിങ്ങ് വിശ്വസിച്ചു. സാറ് പറഞ്ഞു വരുന്നത്? എടോ, താൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നതല്ലേ നട്ടപ്പാതിലേക്ക്? അമ്മച്ചിയുടെ അടുത്ത് അഭയമുണ്ടെന്ന് അറിഞ്ഞിട്ടല്ലേ താൻ പോകുന്നത്? ആ വാതില് ഇപ്പോഴും തുറന്നെടുക്കുക. തനിക്ക് വേണ്ടി മുകളിലത്തെ ഒരു ഫ്ലോർ മുഴുവൻ വൃത്തിയാക്കിയിട്ടിരിക്കുക അമ്മച്ചി. അതെ, ഒരുപാടൊന്നും താനെ ആലോചിക്കണ്ട. തനിക്കിനി ആ വീട്ടിലൊരു സ്ഥാനവുമില്ല. താനിറങ്ങി പോരടോ, അല്ലെങ്കിൽ ആരെങ്കിലും അന്വേഷിച്ചു വരട്ടെ. തന്നോട് ആർക്കും ഇല്ലാത്ത കമ്മിറ്റ്മെന്റ് താൻ എന്തിനാണോ സൂക്ഷിക്കണേ? മനസ്സുകൊണ്ട് അങ്ങോട്ട് ഉപേക്ഷിക്കേണ്ടത് അവിടെ തന്നെ ഉപേക്ഷിക്കേ. തന്നെ അവൻ ഉപേക്ഷിച്ചതുപോലെ, തൻ്റെ കുഞ്ഞിനെ അവൻ നിഷേധിച്ച പോലെ. അരുൺ സാറിന്റെ മനസ്സ് ഞാൻ മനസ്സിലാക്കിയത് തെറ്റായ രീതിയിലാണെന്ന് ഇപ്പം മനസ്സിലായി. അതെന്റെ മിസ്റ്റേക്ക്. സാർ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അന്യജാതിക്കാരിയാണെങ്കിലും മേൽവിലാസക്കാരി അല്ലെങ്കിലും എന്റെ കൈ പിടിച്ച് അമ്മച്ചിയുടെ മുന്നിലേക്ക് പോകാൻ അരുൺ സാറ് തയ്യാറ്. അമ്മച്ചിക്കത് സന്തോഷാവും. കാലങ്ങൾക്ക് മുമ്പുള്ള ബാംഗ്ലൂർ ബന്ധം, ജാതിയും സമ്പത്തും ഒന്നും നോക്കാതെ ഒരുമിച്ചുള്ള പ്രണയം, ഇഷ്ടം. ഈ കള്ളങ്ങളൊക്കെ അമ്മച്ചിയുടെ മുന്നിൽ ഇപ്പൊ സത്യങ്ങളാവും. പക്ഷേ എന്റെ ഉള്ളിൽ വളരുന്ന ഒരു സത്യമുണ്ട്. ആ ജീവനെ എന്ത് കള്ളം പറഞ്ഞ അരുൺ സാറ് അമ്മച്ചിയുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്? ഇയാടെ വയറ്റ് വളരുന്ന കുഞ്ഞ് ഈ അരുൺ തോമസിന്റെ ആണെന്ന് പറയും. ലില്ലിക്കുട്ടി അമ്മച്ചിയുടെ മകൻ അരുൺ തോമസിന്റെ കുഞ്ഞാണെന്ന് പറയും. എന്തടോ, ബാംഗ്ലൂരിൽ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്തുണ്ടായ ബന്ധാണെന്ന് ഞാനങ്ങോട്ട് പറയും. എല്ലാ കള്ളങ്ങളും പറഞ്ഞു പറഞ്ഞ് സത്യമാക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ എന്റെ ഉള്ളിൽ വളരുന്ന സത്യം പറഞ്ഞു പറഞ്ഞ് കള്ളമാക്കാൻ പറ്റില്ല സർ. വെരി സോറി. ഞാൻ സാറിനെ അങ്ങനെയല്ല കണ്ടത്. വെരി വെരി സോറി. ഞാൻ വേണ്ട,
എനിക്കൊന്നും സംസാരിക്കാനില്ല. സാറിന് ഞാൻ പരിചയപ്പെടാനേ പാടില്ലായിരുന്നു. പ്ലീസ് പ്ലീസ്. സബി, അച്ഛൻ കിടന്നോ? ടാബ്ലറ്റ് കഴിച്ചപ്പോൾ ഉറങ്ങി. കഴിപ്പിക്കാൻ വലിയ പാടായിരുന്നു. അതും ഓരോന്നോരോന്ന് പറഞ്ഞാ കഴിപ്പിച്ചത്. കഷായം കുടിക്കാൻ പണ്ടേ മടിയായിരുന്നു അച്ഛന്. ഉറക്കം ശരിയാവുമ്പോൾ തന്നെ എല്ലാം ശരിയാവുമായിരിക്കും. ഡോക്ടർ എങ്ങനെയാ പറഞ്ഞേ? കുറവില്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ കൊണ്ട് അഡ്മിറ്റ് ചെയ്യണം. നീ പൊടിമോനോട് സംസാരിച്ചായിരുന്നോ? അവനവളെ ഓഫീസിൽ പോയി കണ്ടായിരുന്നു. എന്നിട്ട് എന്തു പറഞ്ഞു? അവനെന്തു പറഞ്ഞിട്ടും അവൾ അനുസരിക്കാൻ തയ്യാറല്ലെന്ന്. എന്നുവെച്ചാ? അച്ഛൻ നിർബന്ധിച്ച് നിർത്തിയിരിക്കുക. അതുകൊണ്ട് അച്ഛൻ പറയാതെ പോവാൻ പറ്റില്ലെന്ന്. അച്ഛൻ പറയുന്നത് എന്തിനാ അവള് കേൾക്കുന്നേ? നമ്മൾ പറയുന്നല്ലേ അവള് കേൾക്കണ്ടേ? നമ്മളല്ലേ അവളെ ഇവിടെ കൊണ്ടുവന്നേ? നമ്മൾ പറഞ്ഞ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിക്കാതെ അവള് പോകാൻ ഇറങ്ങിയതല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞത് കേൾക്കണം. നമ്മൾ കൊടുത്ത എഗ്രിമെന്റ് വലിച്ചു കയറി നമ്മുടെ മുഖത്ത് എറിഞ്ഞിട്ടല്ലേ അവള് പോകാൻ തുടങ്ങിയത്? ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യാനാ രവി? ജലചേച്ചിയുടെ അടുത്തും ജയസൂദയുടെ അടുത്തും അവളെ ഇവിടുന്ന് പറഞ്ഞുവിടാമെന്ന് വാക്കുകൊടുത്തല്ലേ. ഇനി എന്ത് ചെയ്യും? എന്താ ഒരു പരിഹാരം? നമ്മള് ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ചത് തെറ്റ്. അതിനെ കിട്ടാൻ ചെയ്ത വഴിയും തെറ്റ്. ദൈവം അനുഗ്രഹിച്ച് തന്നെങ്കിലല്ലേ കിട്ടൂ. പിടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ. അതാ നമുക്ക് പറ്റിയ തെറ്റ്. ഇനി ഞാനൊരു കാര്യം തീരുമാനിച്ചു സബി. അവളെ ഇവിടുന്ന് മാറ്റിയേ പറ്റൂ. ഇപ്പൊ അവളുടെ സ്പോൺസർ അരുൺ തോമസ് അല്ലേ? അയാളുടെ കാര്യങ്ങളെല്ലാം തുറന്നു പറയാം. നമുക്ക് അവളെ അറിയാവുന്നതിനേക്കാൾ കൂടുതൽ അയാൾക്കായിരിക്കും അവളെ കുറിച്ച് അറിയാവുന്നത്. അയാളെ അങ്ങ് ഏൽപ്പിച്ചു വിടാം. ഇനി അതുകൊണ്ട് നടന്നില്ലെങ്കിൽ നിയമപരമായി നമ്മൾ നീങ്ങും. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതിന്റെയും ചികിത്സിച്ചതിന്റെ ഒക്കെ രേഖയുണ്ടല്ലോ, പിന്നെ എഗ്രിമെന്റിന്റെ കോപ്പിയും, ലീഗലി മൂവ് ചെയ്യും. ഇനിയിപ്പോ അതേ ഉള്ളൊരു വഴി. എടുത്തു ചാടി ഇപ്പൊ അങ്ങനൊന്നും ചെയ്യണ്ട രവി. മുന്നും പിന്നും നോക്കാതെ എടുത്തു ചാടിയാറല്ലേ നമ്മള്. പരിഹാരം നമ്മൾ തന്നെ കണ്ടെത്തിയേ പറ്റൂ.
എന്ത് വേണം? നിനക്ക് പറയാനുള്ളതെല്ലാം നീ പറഞ്ഞു കഴിഞ്ഞില്ലേ? എനിക്ക് പറയാനുള്ളത് നീ കേൾക്കണം. എനിക്കൊന്നും കേക്കണ്ട. നീ പിന്നെയും പിന്നെ എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. അത് കേൾക്കാനുള്ള മനസ്സെനിക്കില്ല. നീ കേൾക്കണം, കേട്ടേ പറ്റൂ. അത് പറയാനാണ് നിന്നെ ഞാൻ കൊണ്ടുപോയത്, അല്ലാതെ കൊല്ലാനും തിന്നാനൊന്നും അല്ല. എനിക്കങ്ങനെ ചെയ്യാമായിരുന്നെങ്കിൽ എപ്പോഴേ ചെയ്യായിരുന്നു. നീ പറഞ്ഞതല്ലേ എന്നെ നിനക്ക് പലതും ചെയ്യായിരുന്നു, നീ അത് ചെയ്യാതെ വിട്ടതാണെന്ന്. അങ്ങനെ എനിക്കും ആകാമായിരുന്നു. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷെ പക്ഷെ ഇപ്പൊ പറയാനുള്ളത് നീ കേട്ടേ പറ്റൂ, കേട്ടേ പറ്റൂ. മാപ്പറിയിക്കാത്ത തെറ്റുകളാണ് ഞാൻ ചെയ്തത്. ഒക്കെ സംഭവിച്ചു പോയി. തിരുത്തേണ്ടപ്പോഴൊക്കെ തിരുത്താതെ ഞാൻ മനസ്സിൽ പകയും വെച്ചോണ്ട് നടന്നു. അതൊക്കെ തെറ്റാണെന്ന് വൈകിയാ ബോധ്യപ്പെട്ടത്. കൊള്ളാം. ഇതെന്താ പുതിയ നാടകം? ജയസുധയുമായുള്ള നിന്റെ കല്യാണം നടക്കണം. അവളെ ഭാര്യയായി സ്വീകരിച്ച് എന്റെ മുറിയുടെ ഒരു ചുമരിനപ്പുറം കൊണ്ടുവരണം. നിങ്ങളുടെ കളിയും ചിരിയും കൊഞ്ചലും കൊഴയലും ഒക്കെ നീറുന്ന ഹൃദയത്തോടെ ഇപ്പുറത്തിരുന്ന് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്യണം. അതിന് ഞാൻ വഴി മാറിത്തരണം. അതിനല്ലേ സുദീപ് സാറെ അഭിനയിക്കുന്നത്? കേക്കട്ടെ, പറ. ഇന്ന് എനിക്കൊരു നിയോഗമുണ്ട്. നീ പറഞ്ഞ പോലെ ഒരു പിഴച്ച പെണ്ണായി ഞാൻ കഴിഞ്ഞോളാം. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി അത് തിരുത്താൻ നോക്കണ്ട. പ്ലീസ് പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. എന്നെ കംപ്ലീറ്റ് ചെയ്യാനൊന്ന് അനുവദിക്കേ. എന്റെ കുഞ്ഞിനെ പ്രസവിച്ച് നിന്റെ ചേട്ടന്റെയും ചേട്ടത്തിയുടെയും കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോവാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ഇപ്പൊ നീ വന്ന് നിൽക്കുന്നത് അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാനാ. കുഞ്ഞിനെ അവർക്ക് വേണ്ടി പ്രസവിച്ചു കൊടുത്തിട്ട് ഞാൻ പോണെന്ന് പറയാൻ. പക്ഷെ നടക്കില്ല സുധി. അത് വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു.